ഹലോ ഗായ്സ്, ഞാനിപ്പോൾ അതാ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മുറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ല ഡ്രാഗൺ ഫ്രൂട്ടാണ്, നല്ല ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിൻ്റെ ടേസ്റ്റ് നോക്കാൻ വെച്ചിട്ടാണ്. ഇപ്പോൾ മോളെന്തോ പറയുന്നുണ്ട്, അപ്പോൾ അത് മുറിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് മൂക്ക് കൊടുക്കട്ടെ. ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപാട് വിലയിലെ സാധനമാണിത്. സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഇത് കണ്ടില്ലേ, നന്നായി പഴുത്തിട്ടുണ്ട്, നല്ല കളറും ഉണ്ട്, നല്ല ചുവന്ന് ലിപ്സ്റ്റിക് ഇട്ട മാതിരി ഉണ്ട് ഇത് തൊട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇതെൻ്റെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അതെൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നട്ടിട്ട് ഒരുപാട് വർഷമായി, ഒരു 2-3 വർഷത്തോളമായി. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു തൈയായിരുന്നു. അപ്പോൾ അത് നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് പിടിച്ചത്. അന്ന് കുറച്ച് മാത്രമേ 2-3 എണ്ണേ പിടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നന്നായി പിടിച്ചിട്ടുണ്ട്. കുറേ എണ്ണം പറിച്ചു വന്നു. അപ്പം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കി കയറിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇത് വെച്ചത് കേട്ടോ. തൽക്കാലം അങ്ങനെ വെച്ചതാണ്, പിന്നെ ഒന്നും അത് ചെയ്യാൻ പറ്റാതെ. കാരണം ഇതിൻ്റെ മുകളിൽ തറക്കുന്നുണ്ട്, നമുക്കത് വീണ്ടും മാറ്റാനൊന്നും കഴിയില്ല. അപ്പോൾ അന്ന് വെറുതെ വെച്ചതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആയിപ്പോയി. അപ്പോൾ അത് കണ്ടില്ലേ, എന്താ നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ചെറിയൊരു കമ്പായിരുന്നു വെച്ചത്, ഇപ്പോൾ ഒരുപാടായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചപ്പോൾ ഞാൻ മുറിച്ച് മാറ്റിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായി തഴുത്ത് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ കുറേയൊക്കെ കൊടുത്തു. കാരണം അത് ഒന്നാമത് എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ടെറസിൻ്റെ മുകളിൽ വെക്കാൻ അതിനുള്ള സൗകര്യമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് നട്ട് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി പഴുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഉറുമ്പ് തിന്നും. ഇപ്പം തന്നെ ഒരുപാട് ഉറുമ്പുണ്ട്. അപ്പോൾ ഇനി ഇതങ്ങനെ വെക്കാൻ പാടില്ല. ഇനി ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ല നട്ടുപിടിപ്പിക്കാൻ നല്ല സുഖമാണ്. കാരണം ഇതങ്ങനെ ശ്രദ്ധിക്കുകയും വേണ്ട. എന്തെങ്കിലും ഒരിക്കൽ 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ വളമായിട്ട് ഞാൻ അടിവളമൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കലില്ല. പിന്നെ ഞാൻ വെള്ളമാക്കി ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. കഞ്ഞി വെള്ളത്തിൽ കുറച്ച് വേപ്പം ഉണ്ടാക്കുക, എല്ല് പൊടിയും കൂട്ടിയിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കൽ. വേറെ വളങ്ങളായിട്ടൊന്നും ഇട്ട് കൊടുക്കലില്ല. പിന്നെ ഇത് ശ്രദ്ധിക്കലേ ഇല്ല. കാരണം നമ്മൾ മറ്റ് പച്ചക്കറി ചെയ്യും പോലെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതധികം വെച്ചാലൊന്നും കഴിയില്ല. അപ്പോൾ 3-4 എണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട്, ഇനിയും ഉണ്ട് കുറച്ച് പഴുക്കാൻ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ?